നീറ്റ് ആസ്പിരൻസിനോടുള്ള വീഡിയോ സീരീസിലെ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എക്സാം ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ലീവ് ചെയ്യണോ, അറ്റൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് വരുത്തുന്നതാണോ നല്ലത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. വളരെ കോമൺ ആയിട്ടുള്ള ഡിസ്കഷനാണ്, എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്കും അതിൽ ഭയങ്കരമായിട്ടുള്ള തെറ്റിദ്ധാരണ ഉള്ളതാണ്. അപ്പോൾ അതിനും ഡിസ്കസ് ചെയ്യുന്നതിന് ഞാനൊരു 3 ലെയർ ഓഫ് ഡിസ്കഷൻസ് അല്ലെങ്കിൽ 3 പോയിന്റ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളെ നീറ്റ് എക്സാം എന്നുള്ളത് വെരി ഹൈ സ്കോറിങ് എക്സാമാണ്. വെരി ഹൈ സ്കോറിങ് ആയിട്ടുള്ള എക്സാമാണ്. അതായത് ഫസ്റ്റ് റാങ്കോ അല്ലെങ്കിൽ നല്ല മാർക്കോ കിട്ടണമെങ്കിൽ കുറേ അധികം മാർക്ക് വാങ്ങിക്കണം. എഞ്ചിനീയറിങ്ങിൻ്റെ ഇപ്പോൾ IIT എഞ്ചിനീയറിങ്ങിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നീറ്റിനൊക്കെ ഒരു 80% വാങ്ങിച്ചാൽ തന്നെ കുറേ നല്ല റാങ്കുകൾ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എക്സാം ഭയങ്കര ഹൈ സ്കോറിങ് ആണെന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് +4-1 ആണ് നമ്മളെ മാർക്കിംഗ് സിസ്റ്റം വരുന്നത്. +4-1ന്റെ പ്രത്യേകത നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണലി തന്നെ മാർക്ക് കൂടുന്നുള്ളതാണ്. ജസ്റ്റ് ലൈക്ക് ഈവൻ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഗസ് ചെയ്താൽ പോലും അതിൽ 4 എണ്ണം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളത്, 16 എണ്ണം തെറ്റാൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ നമ്പർ ഓഫ് കറക്ഷൻ നമുക്ക് ഇവിടെ അഡ്വൈസബിൾ അല്ല എന്നുള്ളത് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ മാത്രമാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ 2 കാര്യത്തിൽ നിന്നുള്ള മാക്സിമം കൺക്ലൂഷൻ. ഇനി നമ്മൾ പ്രാക്ടീസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് അറിയില്ല എന്നുള്ളത് ഭയങ്കര വലിയൊരു ഫാക്റ്റാണ്. ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ അതിൽ വേറെ പല ചാപ്റ്റേഴ്സിൻ്റെ പോയിന്റുകൾ കയറി വന്നു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് എക്സ്പ്ലനേഷൻ കിട്ടാണ്ട് എഴുതാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ആ ഒരു പോയിന്റോ നമുക്ക് ആ സമയത്ത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും എന്നുള്ളത് വളരെ വലിയൊരു ഫാക്റ്റാണ്. പക്ഷെ സ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ എത്ര ക്വസ്റ്റ്യൻ ഒരു എക്സാം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യണോ ഫുൾ അറ്റൻഡ് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യന് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് പോകേണ്ടത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫൈനൽ എക്സാമിലേക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ സമയത്ത് 1-2 ലീവ് ചെയ്യുക എന്നുള്ളൊരു ഫോമാറ്റിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇപ്പം മുതൽ തന്നെ ഫുൾ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് പഠിക്കുക. മാത്രമല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനെ ഡിഫറെൻറ്റ് രൂപത്തിൽ അപ്രോച്ച് ചെയ്യാനും എക്സ്ക്ലൂഷൻ ആൻഡ് ഇൻക്ലൂഷൻ കൊണ്ടുവരാനും ബ്രെയിനിൽ അങ്ങനത്തെ ഒരു തിങ്കിങ് പ്രോസസ്സ് ജസ്റ്റ് ലൈക്ക് എല്ലാ ഓപ്ഷൻസ് റൂൾ ഔട്ട് ചെയ്തുകൊണ്ട് എഴുതാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ. ഈ ഗസ്സിങ് എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ വൈൽഡ് ഗസ്സിങ് എന്ന് പറയും. പക്ഷെ നമ്മൾ പോകുന്നത് ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സിങ്ങിലേക്കാണ്. ഗസ്സിങ് പല രൂപത്തിലുണ്ട്. അതിൽ ഓപ്ഷൻസ് റൂൾ ഔട്ട് ചെയ്തുകൊണ്ട് ഗസ് ചെയ്യാന്നുള്ള ആ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ തെറ്റിയ ക്വസ്റ്റ്യൻ രണ്ടാമത് കറക്റ്റ് ചെയ്യാനുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് വരണമെന്നുണ്ടെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു വൈൽഡ് ഗസ്സായിട്ട് നമുക്ക് നെഗറ്റീവ് മാർക്ക് വരില്ലേ എന്നുള്ളതാണ് അതിനൊരു പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കി 5 മാർക്ക് എക്സ്ട്രാ വാങ്ങിക്കുകയല്ല നമ്മളെ ഉദ്ദേശം. ഈ 5 ക്വസ്റ്റ്യനും പോസിറ്റീവ് ആക്കിക്കൊണ്ട് 25 മാർക്ക് എക്സ്ട്രാ വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മളൊരു എക്സാം എഴുതുമ്പോൾ അതൊരു പ്രാക്ടീസിങ് സമയത്ത് 100 ക്വസ്റ്റ്യൻ ഉള്ള ഒരു എക്സാം അല്ലെങ്കിൽ 60 ക്വസ്റ്റ്യൻ ഉള്ള എക്സാം എഴുതുന്ന സമയത്ത് 5-10 ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തുകൊണ്ട് 5-10 മാർക്ക് നെഗറ്റീവ് എന്ന് കുറയ്ക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കരുത്. നിങ്ങളുടെ അതിലെ പഠനം ഇമ്പ്രൂവ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് അതിലെ തെറ്റുകൾ മനസ്സിലാക്കി വീണ്ടും കറക്റ്റ് ചെയ്ത് ഗസ്സിങ്ങിനുള്ള നിങ്ങളെ പവർ ഇമ്പ്രൂവ് ചെയ്ത് റൂൾ ഔട്ട് ചെയ്യാനുള്ള നിങ്ങളെ പവർ ഇമ്പ്രൂവ് ചെയ്ത് വീണ്ടും ആ ക്വസ്റ്റ്യനൊക്കെ ശരിയാക്കാൻ വേണ്ടിയുള്ള പഠനത്തിലേക്ക് മുന്നേറുകയാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് കുറച്ചുകൊണ്ട് ഒരു 5 മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള തോട്ട് പ്രോസസ്സ് ഇപ്പം മുതലേ കീപ്പ് ചെയ്യരുത്. ടോപ്പ് റാങ്കിന് എയിം ചെയ്യുന്ന ആളുകളാണ് ഡെഫിനറ്റ്ലി ഇപ്പം മുതൽ തന്നെ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ഈവൻ ദോ അത് അറിയുന്നതെങ്കിലും അറിയാത്തതാണെങ്കിലും എടുക്കാത്ത ചാപ്റ്റർ ആണെങ്കിൽ അറ്റൻഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ പോസിറ്റീവ് ശീലങ്ങൾ മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ. ഈ ഒരു അഭിപ്രായം ഡിബേറ്റബിൾ ആണ്. പല ആളുകളും വ്യത്യസ്തമായിട്ട് അഭിപ്രായം പറയാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ കമൻറ്റിൽ അറിയിക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫർദറായിട്ട് കൊണ്ടുപോകാം. താങ്ക് യു.